ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ഇംഗ്ലീഷ് സെന്റൻസുകൾ മനസ്സിലാക്കിയെടുക്കാം. മലയാളം മീനിങ്ങോടുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്. നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ആദ്യത്തെ സെന്റൻസ് മനസ്സിലാക്കാം. ഇന്ന് കുറച്ച് മേഘാവൃതമായ കാലാവസ്ഥയും കാറ്റുമുണ്ട്. നിനക്ക് നടക്കാൻ പോകാൻ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിന് പോയാലോ? ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഇറ്റ്സ് ക്ലൗഡി ആൻഡ് എ ബിറ്റ് വിൻഡി ടുഡേ. Would you like to go for a walk or an outing? It's cloudy, മേഘാവൃതമായ and bit windy today. കുറച്ച് കാറ്റുമുള്ള കാലാവസ്ഥയാണെന്ന്. It's cloudy, മേഘാവൃതമായ കാലാവസ്ഥ and a bit windy, കുറച്ച് കാറ്റുമുള്ള ദിവസം. Would you like to go? would you like എന്ന് വെച്ചാൽ നിനക്ക് താല്പര്യമുണ്ടോ? To go, പോകാൻ, for a walk, ഒന്ന് നടക്കാൻ പോകാൻ താല്പര്യമുണ്ടോ? or an outing, അതല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോകാൻ. It's cloudy and a bit windy today. Would you like to go for a walk or an outing? അടുത്ത സെന്റൻസ്, ഞാൻ നിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നു. പ്രത്യാശയും ധൈര്യവും നഷ്ടപ്പെടുത്തരുത്. ധൈര്യത്തോടെ മുന്നോട്ട് പോകൂ. ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട്. ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ I understand your situation. Please don't lose hope and courage. Be brave and move forward. We are all with you. I understand your situation. ഞാൻ നിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നു. Please don't lose hope and courage. പ്രത്യാശയും അല്ലെങ്കിൽ പ്രതീക്ഷയും ധൈര്യവും നഷ്ടപ്പെടുത്തരുത്. Please don't lose hope and courage. Be brave, ധൈര്യമായിരിക്കുക. And move forward, മുന്നോട്ട് പോവുക. ധൈര്യമായി മുന്നോട്ട് പോവുക. We are all with you. ഞങ്ങൾ എല്ലാവരും നിനക്കൊപ്പമുണ്ട്. I understand your situation. Please don't lose hope and courage. Be brave and move forward. We are all with you. അടുത്ത സെന്റൻസ്, ഇവിടുത്തെ ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്തത് ഇവന്റ് മാനേജ്മെന്റ് ആണോ അതോ നിങ്ങൾ തന്നെ മാനേജ് ചെയ്തതാണോ? ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ was this function organized by an event management company or did you manage it yourself? Was this function organized? ഈ ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്തത് ബൈ ആൻ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി, ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ആണോ അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാലാണോ ഈ ഒരു ഫംഗ്ഷൻ നടത്തിയത്? ഓർ ഡിഡ് യു മാനേജ് ഇറ്റ് യുവർ സെൽഫ്, ഇത് നിങ്ങൾ തന്നെത്താൻ മാനേജ് ചെയ്തതാണോ? യുവർ സെൽഫ് എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെത്താൻ. ഡിഡ് യു മാനേജ്, നിങ്ങൾ തന്നെ മാനേജ് ചെയ്തതാണോ? Was this function organized by an event management company or did you manage it yourself? അടുത്ത സെന്റൻസ് മനസ്സിലാക്കാം. ഇന്ന് ഓഫീസിൽ വളരെ തിരക്കിലായിരുന്നു. എനിക്ക് ലഞ്ചിനും കാപ്പിക്കും പോലും സമയമുണ്ടായില്ല. വളരെ തളർന്നു. ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ Today it was so hectic in the office. I didn't even have time for lunch or a coffee. Really tired. Today it was so hectic. ഇന്ന് വളരെ ഹെക്ടിക് അല്ലെ വളരെ തിരക്കിലായിരുന്നു. ഇൻ ദ ഓഫീസ്, ഓഫീസിൽ വളരെ തിരക്കായിരുന്നു. ഐ ഡിഡിൻറ്റ് ഈവൻ ഹാവ് ടൈം, എനിക്ക് സമയം കിട്ടിയില്ല. ഫോർ ലഞ്ച്, ലഞ്ചിനോ ഓർ എ കോഫി, ഒരു കോഫിക്കോ ലഞ്ചിനോ പോലും സമയം കിട്ടിയില്ല. റിയലി ടയേർഡ്, വളരെ തളർന്നു, ഒത്തിരി തളർന്നിരിക്കുകയാണ്. ടുഡേ ഇറ്റ് വാസ് സോ ഹെക്ടിക് ഇൻ ദ ഓഫീസ്. ഐ ഡിഡിൻറ്റ് ഈവൻ ഹാവ് ടൈം ഫോർ ലഞ്ച് ഓർ എ കോഫി. റിയലി ടയേർഡ്. അടുത്ത സെന്റൻസ്, നീ വിവാഹത്തിനായി ഷോപ്പിംഗ് തുടങ്ങിയോ? ഏത് ഷോറൂമിൽ നിന്നാണ് വാങ്ങാൻ പോകുന്നത്? ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഹാവ് യു സ്റ്റാർട്ടഡ് ഷോപ്പിംഗ് ഫോർ യുവർ മാരേജ്? ഫ്രം വിച്ച് ഷോറൂം യു ആർ ഗോയിങ് ടു മേക്ക് ദ പർച്ചേസ്? ഹാവ് യു സ്റ്റാർട്ടഡ് ഷോപ്പിംഗ്, നീ ഷോപ്പിംഗ് തുടങ്ങിയോ? ഫോർ യുവർ മാരേജ്, വിവാഹത്തിന് വേണ്ടി. ഫ്രം വിച്ച് ഷോറൂം, ഏത് ഷോറൂമിൽ നിന്നാണ് യു ആർ ഗോയിങ് ടു, നീ പോകുന്നത്, ടു മേക്ക് പർച്ചേസ്, അതായത് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഫ്രം വിച്ച് ഷോറൂം യു ആർ ഗോയിങ് ടു, ഏത് ഷോറൂമിൽ നിന്നാണ് നീ ഗോയിങ് ടു മേക്ക് ദ പർച്ചേസ്, പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത സെന്റൻസ്, നീ എപ്പോൾ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഞാൻ വരാം. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ലെറ്റ് മീ നോ വെൻ യു ആർ അവൈലബിൾ ആൻഡ് ഐ വിൽ കം അക്കോർഡിംഗ്ലി. ലെറ്റ് മീ നോ എന്നുള്ളവർ ലെറ്റ് മീ നോ എന്ന് പറയും. എന്നെ അറിയിക്കുക. വെൻ യു ആർ അവൈലബിൾ, നീ എപ്പോഴാണ് അവൈലബിൾ ഉള്ളതെന്ന് അല്ലെങ്കിൽ നീ എപ്പോഴാണ് ഫ്രീ എന്ന് എന്നെ അറിയിക്കുക. ആൻഡ് ഐ വിൽ കം, ഞാൻ വരാം. അക്കോർഡിംഗ്ലി, അതനുസരിച്ച്, അതായത് നിന്റെ ഫ്രീ സമയം അനുസരിച്ച് ഞാൻ അവിടെ എത്താം, നീ എന്നെ അറിയിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ലെറ്റ് മീ നോ
when you are available and I will come accordingly. അടുത്ത സെന്റൻസ്, ഞങ്ങളുടെ കോളേജിൽ ഒരു പുസ്തക പ്രദർശനമുണ്ട്. ഞാൻ ശനിയാഴ്ച സന്ദർശിക്കാൻ പ്ലാൻ ചെയ്യുന്നു. നിങ്ങൾ എനിക്കൊപ്പം ചേരുന്നോ? ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ, there is a book exhibition going on at our college. I'm planning to visit on Saturday. Would you like to join me? There is a book exhibition going on. ഒരു ബുക്ക് എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അറ്റ് അവർ കോളേജ്, ഞങ്ങളുടെ കോളേജിൽ. ഗോയിങ് ഓൺ എന്ന് വെച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ബുക്ക് എക്സിബിഷൻ അറിയാമല്ലോ. ഐ ആം പ്ലാനിങ്, ഞാൻ പ്ലാൻ ചെയ്യുന്നു. ടു വിസിറ്റ് ഓൺ സാറ്റർഡേ, സാറ്റർഡേയിൽ അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി. വുഡ് യു ലൈക്ക് ടു ജോയിൻ മീ? വുഡ് യു ലൈക്ക്, നിനക്ക് താല്പര്യമുണ്ടോ? ടു ജോയിൻ മീ, എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ. There is a book exhibition going on at our college. I am planning to visit on Saturday. Would you like to join me? അടുത്ത സെന്റൻസ് മനസ്സിലാക്കാം. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്ന് വീട്ടിൽ തിരിച്ചു വന്നിട്ടും ആഴ്ച അവസാനവും മൈതാനത്തിൽ കളിക്കുന്നത് പതിവായിരുന്നു. ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ, when we were children, we used to play on the ground after coming back from school and on weekends. When we were children, ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത്, വി യൂസ് ടു പ്ലേ ഓൺ ദ ഗ്രൗണ്ട്, ഞങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കുമായിരുന്നു. യൂസ് ടു യൂസ് ചെയ്യുന്നത് നേരത്തെ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരുന്ന കാര്യത്തെ സൂചിപ്പിക്കാനാണ്. ഇവിടെ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഗ്രൗണ്ടിൽ കളിക്കുമായിരുന്നു എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. ആഫ്റ്റർ കമ്മിങ് ബാക്ക് ഫ്രം സ്കൂൾ, സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷവും, ആൻഡ് ഓൺ വീക്കെൻഡ്സ്, വീക്കെൻഡ്സിലും. വെൻ വി വർ ചിൽഡ്രൻ, we used to play on the ground after coming back from school and on weekends. അടുത്ത സെന്റൻസ്, അദ്ദേഹം അത്ര പ്രായമുള്ള ആളല്ല, എന്നാൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 2 ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായി. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ, he is not that old, but he has undergone 2 surgeries in the last 6 months and his health has deteriorated. He is not that old. അദ്ദേഹം അത്ര പ്രായമുള്ള ആളല്ല. But എന്നാൽ he has undergone 2 surgeries. Undergone എന്ന് വെച്ചാൽ വിധേയമാകുക. ഇവിടെ 2 സർജറികൾ നടത്തിയെന്നാണ് പറയുന്നത്. But he has undergone 2 surgeries. 2 സർജറികൾക്ക് വിധേയമായി, അല്ലെങ്കിൽ 2 സർജറികൾ നടത്തി. In the last 6 months, കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ. And his health has deteriorated. അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഒത്തിരി മോശമായി. ഡിറ്റീരിയോറേഷൻ എന്ന് വെച്ചാൽ മോശമാകുക, ഹെൽത്ത് കണ്ടീഷൻ താണു വരിക എന്നുള്ള അർത്ഥമാണ്. He is not that old, but he has undergone 2 surgeries in the last 6 months and his health has deteriorated. അടുത്ത സെന്റൻസ്, എൻ്റെ കാർ സർവീസിലായിരുന്നതിനാൽ എൻ്റെ സുഹൃത്ത് ഒരു ദിവസത്തേക്ക് തൻ്റെ കാർ എനിക്ക് തന്നു. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ, my friend has lent me his car for a day since my car is in the workshop. My friend has lent me, എൻ്റെ സുഹൃത്ത് എനിക്ക് തന്നു. his car for a day, അദ്ദേഹത്തിന്റെ കാർ ഒരു ദിവസത്തേക്ക്. since my car is in the workshop, എൻ്റെ കാർ വർക്ക്ഷോപ്പിൽ ആയതിനാൽ. ഇവിടെ since എന്ന് വെച്ചാൽ ആയതിനാൽ. my car, എൻ്റെ കാർ is in the workshop, വർക്ക്ഷോപ്പിൽ ആയതിനാൽ. എൻ്റെ കാർ വർക്ക്ഷോപ്പിൽ ആയതിനാൽ my friend has lent me his car for a day. എൻ്റെ ഫ്രണ്ട് ഒരു ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ കാർ എനിക്ക് തന്നു എന്നാണ് പറയുന്നത്. My friend has lent me his car for a day since my car is in the workshop. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നും ഇഷ്ടമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. Till then, bye.